മലയോര കർഷകരുടെ ആശങ്കകൾ പങ്കുവെച്ച് ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. 75 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് തൃശൂരിലെ നിബിഡവനമായിരുന്ന ഇഞ്ചക്കുണ്ട് പ്രദേശത്തേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങളുടെ ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഓർമ്മകൾ അയവിറക്കി ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റത്തിന്റെ ചരിത്രം 75 വർഷം മുമ്പ് അങ്ങനെയാണെങ്കിൽ ബേബി സൂചിപ്പിച്ചതുപോലെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം തുടങ്ങിയിരിക്കുന്നു. അതിനെ ഒരു തെറ്റായി കണക്കാക്കാനും പറ്റില്ല. കുട്ടികളെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. കൃഷി ഇറക്കി വരുമാനം ഉണ്ടാക്കി ജീവിക്കുക കൊണ്ട് മാത്രം ഈ വരുംകാല തലമുറയെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴത്തെ രക്ഷിതാക്കളിലുണ്ട്. പണ്ട് വനഭൂമിയെ വിളഭൂമിയാക്കാനായി പൂർവികർ കുടിയേറിയെങ്കിൽ ഇന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലും തേടി പുതിയ തലമുറ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മികച്ച രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സൗകര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. വന്യജീവികൾ കാടുവിട്ടിറങ്ങുന്നത് പ്രതിരോധിക്കാനും കൃഷിഭൂമി സംരക്ഷിക്കാനുമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നിയെ വെടിവെക്കാനെടുത്ത നിയമം മാത്രം പോരല്ലോ, രാജ്യത്തിന്റെ നിയമത്തെ ലംഘിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അത്തരം ഉപദ്രവകാരികളായ അന്യവർഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി അല്ലെ വംശനാശം നഷ്ടപ്പെടാതെ തന്നെ അവരെ നിയന്ത്രണ രീതിയിൽ നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള നില സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ചുമതലപ്പെടുത്തി മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വന്യജീവി ആക്രമണമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലല്ല ഇന്ത്യയിലെ ലോകത്തൊക്കെ ഉണ്ട്. കൊന്നുകളയേണ്ടതിനൊക്കെ കൊന്നുകളയണം. അതാണ് ഗവൺമെന്റ് നയവും നമ്മുടെ നയവും. ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാല രാമപുരം പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലേക്ക് വന്നവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു. കുടിയേറ്റ വജ്ര ജൂബിലി സ്മരണികയുടെ പ്രകാശനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസുലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ബാനസീർ മൊയ്തീൻ, ഗീത ജയൻ, ജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ, ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ, ജനറൽ സെക്രട്ടറി റോയ് കാരേക്കാട്ട് എന്നിവർ സംസാരിച്ചു. TCV കൊടകര.